അത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അവിടെയുള്ളൊരു രഞ്ജൻ രാമനായക് എന്ന് ഇപ്പോൾ അവിടുത്തെ മിനിസ്റ്ററാണെന്ന് തോന്നുന്നു, പുള്ളിയായിരുന്നു അവിടുത്തെ ഹീറോ. അപ്പോൾ പെട്ടെന്നൊരു എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി ഇരിക്കട്ടെ, വേറൊരു ലാംഗ്വേജ് ചെയ്യാനുള്ള അവസരം. അതുപോലെ പൂവിന് പുതിയ പൂന്തലിൻ്റെ സിംഹള ലാംഗ്വേജ് ചെയ്യാൻ എനിക്ക് ഓഫർ വന്നത്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഡേറ്റിൻ്റെ ആ പടം 5-6 ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. അതിൽ 5 ഭാഷ ഞാൻ അഭിനയിച്ചു, സിംഹളം മിസ്സായിരുന്നു. അപ്പോൾ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അന്ന് പ്രശ്നമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നോട് വൈഫ് ചോദിച്ചു, സിംഹളം ഇതെന്ത് ഭാഷയാണ്? ഞാൻ സിംഹങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. പുള്ളി എന്നെ ഓടിച്ചു, അങ്ങോട്ട് പോകണ്ട, കാരണം അവിടെ പ്രശ്നങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഏതൊക്കെയാലും ആ ഭയങ്കര ടെൻഷനുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്തത്. പക്ഷേ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ആ ഒരു ടെൻഷനൊന്നുമില്ല. ഞങ്ങളുടെ യൂണിറ്റിൽ തന്നെ തമിഴരും സിംഹളരും പല ആൾക്കാർ വർക്ക് ചെയ്യുന്നത്, അവരുടെ അടുത്തെല്ലാം യാതൊരു പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് ഷൂട്ടിങ് നന്നായിട്ട് പോയി. ഓൾമോസ്റ്റ് 18 ഇയേഴ്സിനാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഞാനൊരു ലാംഗ്വേജ് ടൈപ്പ് അല്ല. അല്ല ഞാൻ പെട്ടെന്ന് ലാംഗ്വേജ് ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ലാംഗ്വേജ്. പക്ഷേ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് പഠിച്ചു പോകും. പക്ഷെ നമുക്ക് ഈ ലാംഗ്വേജ് പഠിക്കുക, ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരുണ്ടായിരുന്നു 15 വർഷം. അപ്പം കന്നഡ അത്യാവശ്യം മനസ്സിലാവും, പൂനെയിലുണ്ടായിരുന്നു, മറാഠി അത്യാവശ്യം മനസ്സിലാവും, തെലുങ്ക് അഭിനയിച്ചു, അങ്ങനെയൊക്കെ അത്യാവശ്യം തട്ടുമുട്ടി പോകുന്നതേ ഉള്ളൂ. എല്ലാം ഏത് ലാംഗ്വേജായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഭയങ്കര ഒരു ചലഞ്ചാണ് അല്ലേ അഷ്കർ? പേഴ്സണൽ ലൈഫും അത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന സമയമാണ്. ഭയങ്കര ചലഞ്ചാണ്. കാരണം നമ്മൾ ഇത്രയും ഓടി നടന്ന് വർക്ക് ചെയ്യുമ്പം ഫാമിലി ആയിട്ട് ആദ്യം തുടക്കകാലത്ത് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ അപ്പോൾ ഫാമിലി കഴിച്ചു. അപ്പം ഒരു ഫോറിനറായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പോൾ പുള്ളിയെ കൊണ്ട് ഞാൻ ഇന്ത്യയിൽ വന്നു. ഒരു 9 വർഷം പുള്ളിയെ ഇവിടെ താമസിപ്പിച്ചു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനിയും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെന്ത് ചെയ്യും? അപ്പോൾ അതൊരു ചലഞ്ചായി. ഇപ്പോൾ സിനിമ ഒന്ന് കുറച്ച് അതെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവരിവിടെ ലോസ്റ്റ് ആകും. അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ ഒന്ന് പോയാലും കുഴപ്പമില്ല, ഇവരെ അവിടെ കൊണ്ടങ്ങ് സെറ്റിൽ. ബാബുവിനറിയാം, ബാബുവായിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു എവറി സെക്കൻഡ് തേർഡ് ഡേ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരെ അവിടെ കൊണ്ട് സെറ്റിൽ ചെയ്തു, എല്ലാം ഓക്കെ ആക്കി, പിള്ളേർ ഇച്ചിരി വളർന്നു, വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച്. ഫാമിലി ആൻഡ് സിനിമ കൊണ്ടുപോകാൻ ഭയങ്കര ചാലഞ്ചാണ് എല്ലായിടത്തും. സിനിമയിലാകുമ്പോൾ പിന്നെ കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരുപാട് സുന്ദരികളായ സ്ത്രീകളുണ്ടാവുമല്ലോ. അപ്പം വൈഫിന് ചെറിയ പേടിയും ഒക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ഇല്ലേ, അത് കണ്ടിട്ട് ഏതോ ഒരു സ്ത്രീ പറഞ്ഞു ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നൊക്കെ. അവിടെ നിന്നൊരു റെഡ് എന്താണ് ഒരു ഇമോജി, വെള്ളക്കാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പെണ്ണ് തന്നെ. ഞങ്ങൾക്ക് ടെക്നീഷ്യൻസിന് ഒരു ശല്യമില്ല കേട്ടോ. ഞങ്ങൾ ജോലി നേരെ കുടുംബത്തിൽ ചെന്നാൽ മര്യാദയ്ക്ക് വീട്ടിലിരിക്കും. ഞങ്ങൾക്ക് ഒരു ശല്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരുമില്ല. വിളിച്ച് അയ്യോ നിങ്ങൾ ഭയങ്കര എന്ന് പറഞ്ഞില്ല. അല്ലല്ല അങ്ങനെയല്ല. അതല്ല, ഇവർക്കാണ്, ഈ ആർട്ടിസ്റ്റുകൾക്കാണ് ഭയങ്കര ഫാൻസ്. അയ്യോ നിങ്ങളുടെ പടം കണ്ടു, ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ബാബുവിനോട് മിക്കവാറും ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്. പലയിടത്തും ചില ആൾക്കാർ ഞാൻ ബാബുച്ചേട്ടനെ കെട്ടാൻ നിന്നതാണ്. ഇപ്പോൾ മിനിങ്ങാതെ ഒരു കുട്ടി പറഞ്ഞത് ഞാൻ ചെറുപ്പത്തിലെ ബാബു ആന്റിയെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ചാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരും ഇല്ല. ഞങ്ങൾക്ക് ആൾക്കാർ വിളിച്ച് പ്രേമം പറയാനുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ടെക്നീഷ്യൻസൊക്കെ ഞങ്ങളെ വീട് ജോലി.